ഈത്തപ്പഴം, നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്നവരാണ്. ഈത്തപ്പഴം ഇഷ്ടമുള്ളവരുണ്ട്, ചിലപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈത്തപ്പഴം ഒഴിവാക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ ഈ ഈത്തപ്പഴം കൂടാതെ കഴിയൂല. നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പ് അത്താഴം കഴിക്കുന്ന സമയത്തുമൊക്കെ ഈത്തപ്പഴം യൂസ് ചെയ്യാറുണ്ട്. ഈ ഈത്തപ്പഴം, ഈ സാധനം ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വളരെയേറെ വലുതാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങളും ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുമുണ്ട്. എന്തുകൊണ്ടാണ് ഈത്തപ്പഴത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം നൽകിയത്? പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ പറയുന്നത്? തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കേണ്ട ഒരു ഫലവർഗ്ഗങ്ങളിൽപ്പെട്ടതാണ് ഇത് ഈത്തപ്പഴം, കാരയ്ക്ക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഈത്തപ്പഴവുമായിട്ട് എന്താണ് ഉസ്താദ് രാവിലെ തന്നെ എന്ന് ചിന്തിക്കട്ടെ. ഈ മാസത്തിൽ ഈത്തപ്പഴം കാണിച്ചില്ല, പിന്നെ ഏത് മാസത്തിൽ കാണിക്കാനാ? ഈത്തപ്പഴം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന, ഉപയോഗിക്കുന്ന, കഴിക്കുന്ന ഒരു ഫലവർഗ്ഗമാണ് അല്ലേ, ഒരു പഴമാണ്. ഈത്തപ്പഴത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു ഫലമാണ് ഈത്തപ്പഴം. നമുക്കറിയാം, പക്ഷെ എന്തൊക്കെയാണ് ഗുണങ്ങളെന്നറിയില്ല. ഈത്തപ്പഴം ആരാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് കഴിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിരുന്ന രൂപം എങ്ങനെയാണ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത്, എന്തൊക്കെ ഔഷധ ഗുണങ്ങളാണ് അതിലുള്ളത്, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൂടി ഇവിടെ പറയാൻ സമയമില്ല. പക്ഷേ അത് ചുരുങ്ങിയ രൂപത്തിൽ ഈത്തപ്പഴവും നമ്മളും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഞാൻ പറഞ്ഞുതരാം. ഈത്തപ്പഴം സൂറത്തു മറിയമിൽ കാണാം. വഹുസീ ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയ്യാ. സൂറത്തുൽ മറിയം പറയുന്നത്, മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി അവിടുന്ന് പ്രസവിച്ച പെണ്ണിനോട് അള്ളാഹ് പറയണത്, നീ ആ കാണുന്ന ഈത്തപ്പന മരം കുലുക്കിയിട്ട് അതിൽ നിന്നും പഴുത്ത കായകൾ വീഴുന്നത് നിനക്ക് എന്ത് ചെയ്യാം, ഭക്ഷിക്കാമെന്ന്. ഫകുലി വഷ്റബി വഖദ്രി ഐന, എന്ത് ചെയ്യാ, ഫകുലി, നീ അത് കഴിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തു? അതായത് ഒരു ഗർഭിണിയായ പെണ്ണ് അവളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യവും, അല്ലെങ്കിൽ ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയോട് കൂടിയിട്ടാണ് പ്രസവം വരുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ശാരീരികമായ ഒരു പെണ്ണിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചെറിയ രൂപത്തിലുണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്നും അവർക്ക് ഒരു മോചനം ലഭിക്കാൻ, അവർക്കൊരു സമാധാനം കിട്ടാൻ, അവരുടെ ശരീരത്തിനൊരു ആഫിയത്ത് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത ഫലവർഗ്ഗം ആദ്യമായി പറഞ്ഞത് ബിജിദ്ഇൻ നഖ്ല, എന്ത്, ഈത്തപ്പന തടി കുലുക്കിയിട്ട് അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പന തടി കുലുക്കിയാൽ ഇപ്പോൾ അതിനകത്ത് നിന്ന് ആപ്പിൾ വീഴുമല്ലോ, ഈത്തപ്പഴമല്ലേ വരുള്ളൂ. അപ്പോൾ ഈത്തപ്പഴം എന്ത് ചെയ്യുക, കഴിക്കാനാണ്. ഫകുലി, നീ എന്ത് ചെയ്തു, കഴിച്ചോ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഹദീസുകൾ കാണാം. ഇത് വിശുദ്ധ ഖുർആൻ്റെ ആയത്താണ്, ഈത്തപ്പഴത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞാണ്. വിശുദ്ധമായ ഹദീസിൽ കാണാം മദീനയിലെ അജുവ കാരക്കയെ പറ്റി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടായ മദീനയിലെ ഈത്തപ്പഴത്തിൽപ്പെട്ട ഏറ്റവും, അതായത് ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള ഈത്തപ്പഴമാണ്, പവറുള്ള, അതായത് ഷിഫാ ഉള്ള ഈത്തപ്പഴമാണെന്ത്, അജുവ ഈത്തപ്പഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ 7 അജുവ ഈത്തപ്പഴം ആരെങ്കിലും ഒരാൾ രാവിലെ കഴിച്ചാൽ ആ ദിവസത്തിൽ അവനെ ഒരു വിഷവോ അല്ലെങ്കിൽ ഏതെങ്കിലും മായാജാലത്തിൽ സിഹിർ ബാധിക്കുകയോ കണ്ണേറ് ബാധിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അജുവ ഈത്തപ്പഴം ആരെങ്കിലും ഒരാൾ 7 എണ്ണം രാവിലെ എന്ത് ചെയ്താൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ എന്തുണ്ടാവൂല, അയാൾക്ക് സിഹിർ ബാധിക്കുകയോ കണ്ണേറ് ബാധിക്കുകയോ അല്ലെങ്കിൽ വിഷം തീണ്ടുകയോ അങ്ങനത്തെ ഒരു ഇടങ്ങേറും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇപ്പോൾ അജുവ ഈത്തപ്പഴം വാങ്ങി കഴിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്താണ്, ഇനി സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷിഫ ആയി ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്ന് കൂടിയാണ് അജുവ ഈത്തപ്പഴം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. പ്രത്യേകിച്ച് അജുവ ഈത്തപ്പഴം ഒരു സുപ്രധാനമായ, അറേബ്യയിലൊക്കെ ഏറ്റവും വില കൂടിയ ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണിത് അജുവ ഈത്തപ്പഴം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അജുവ ഈത്തപ്പഴം കിട്ടുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ സൂക്ഷിക്കുക. അതുപോലെ ദിവസവും ഒരെണ്ണമെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ വലിയ ശാന്തിയും സമാധാനവും അത് ജീവിതത്തിൽ വലിയ റാഹത്തിൽ ലഭിക്കാൻ കാരണമായി തീരുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എത്രയോ പൈസകൾ വെറുതെ പാഴാക്കി കളയുന്നുണ്ട് അല്ലേ?
ആ പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു അമൽ, ഇപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത് ഭക്ഷിക്കുന്നതായതുകൊണ്ട് നമുക്ക് നഷ്ടം വരില്ല അല്ലേ, ഭക്ഷിക്കുന്നതായതുകൊണ്ട് വാങ്ങിയാലും നഷ്ടം വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, എത്തരത്തിലുള്ള സംഗതികളൊക്കെ നമുക്ക് ഹൈറ് ഉള്ള സംഗതികളൊക്കെ നമ്മൾ വാങ്ങാൻ പൈസ ചിലവാക്കുക. അതിലൊന്നും മടി കാണിക്കേണ്ട. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, ഭർത്താവിന് കൊടുക്കാനൊക്കെ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്നൊന്ന് സ്വരുക്കൂട്ടി വെക്കുക. അതിലൊക്കെ വലിയ റാഹത്തും സന്തോഷം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണമെന്ന് പറഞ്ഞു. ഈത്തപ്പഴം ഉപയോഗിക്കണമെന്ന്. കാരണം എന്തേ, നമ്മുടെ ആമാശയം അത്ര നേരം കാലിയായി കിടന്നത് ഈ ഈത്തപ്പഴത്തിനെ ദഹിപ്പിക്കാൻ എന്ത് ചെയ്യും, വളരെ പതുക്കെയാണ് ആമാശയം വർക്ക് ചെയ്തു തുടങ്ങുക. നമ്മൾ സാധാരണഗതിയിൽ ഹെവി ഫുഡ് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും ഈ ആമാശയം പെടുന്നനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് വലിയ പ്രയാസം ഉണ്ടാക്കും, ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. എന്നാൽ ഈത്തപ്പഴം ഭക്ഷിക്കുമ്പോൾ ഈ ആമാശയം പതിയെയാണ് എന്ത് ചെയ്യുന്നത്, അതുമായി വർക്ക് ചെയ്തു തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പിന്നെ നോർമൽ സൈസിലേക്ക് വരും, നോർമൽ ആ ഒരു മെത്തേഡിലേക്ക്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ആമാശയം വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമായി ഈത്തപ്പഴം കഴിക്കണമെന്ന്. ഇതൊരു ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞത്, പക്ഷേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു തന്നത് സുന്നത്ത്, ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ആണ് എന്ന് കരുതിയിട്ട്, ആ സുന്നത്ത് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, കഴിച്ചാൽ ആ സുന്നത്തിൻ്റെ കൂലി വേറെ കിട്ടും ഇൻഷാ അല്ലാഹ്. ആരോഗ്യപരമായി ഒരുപാട് ഗുണങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഈത്തപ്പഴത്തിന് അല്ലേ. നമ്മളീ കാണുന്ന ചെറിയൊരു സാധനത്തിനും ആരോഗ്യപരമായി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗുണമാണ് എന്ത് ചെയ്യുക, ശരീരത്തിന് ഊർജം നൽകാൻ ഏറ്റവും നല്ലതാണ് ഇത്. ഈ നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാൻ ഏറ്റവും പെർഫെക്റ്റ് സാധനമാണ്. നിങ്ങൾ അത്താഴം കഴിക്കുന്ന സമയത്ത് ഈത്തപ്പഴം കൂടെ അത്താഴത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം എന്തേ, ആ ദിവസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന സമയത്ത് വലിയ ഊർജം നൽകാൻ കാരണമായി തീരും ഇൻഷാ അല്ലാഹ്. കഴിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, അത്താഴ സമയത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ എത്രയാണ് പറ്റുന്നത് എന്ത് ചെയ്യുക, മാക്സിമം. ഒരുപാട് വലിച്ചു വാരി, ഈ ഡയബറ്റിക്കുള്ള ആളുകളൊന്നും വലിച്ചു വാരി തിന്നരുത് കേട്ടോ. ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. കുറഞ്ഞത് സുന്നത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പൊട്ടോ പൊടിയോ കീറോ ഒക്കെ എന്ത് ചെയ്യുക, കഴിക്കുക കേട്ടോ. ഊർജ്ജം നിലനിൽക്കാൻ കാരണമായി തീരും. കാരണം പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഗ്ലൂക്കോസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്രക്ടോക്സ്, അതുപോലെ ഈ സാധനത്തിനകത്ത്, ഈ ചെറിയ സാധനത്തിനകത്തുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം അകറ്റാൻ കാരണമായി തീരും. ഇനി അതുപോലെ തന്നെ കാണാം, രക്തഹീനതയ്ക്ക് സഹായം ഉണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, രക്തത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് ഈ ഒരു സാധനം കഴിക്കൽ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ കാരണമായി തീരും. ഇതിനകത്ത് ഒരുപാട് അയൺ അടങ്ങിയിട്ട്, അതുപോലെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനൊക്കെ അത് സഹായിക്കും. അയൺ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനൊക്കെ കാരണമായി തീരും. അതുപോലെ തന്നെ ഇത് കഴിക്കലുകൊണ്ട് ദഹന പ്രക്രിയ എന്ത് ചെയ്യും, ശക്തമാക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, ശരീരത്തിന് കിട്ടും അല്ലേ. കൃത്യമായിട്ട് ഈ മലബന്ധ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ ഈത്തപ്പഴം കഴിക്കുന്നത് ശരീരത്തിന് ആരോഗ്യപരമായി ഗുണങ്ങളുണ്ടാക്കും. അയാളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് വലിയ ഗുണങ്ങളുണ്ടാക്കും. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി തരും. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ ഒരു സാധനം, ഇതിനകത്ത് പൊട്ടാസ്യം, അതുപോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ചെറിയ സാധനത്തിലുണ്ട്. അതിനുള്ള ഗുണങ്ങൾ ഈ ഒരു ചെറിയ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ അത് വലിയ ഗുണങ്ങൾ ചെയ്യും, ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി തരും. ഇനി അതുപോലെ തന്നെ ഗർഭിണികളായ ഉമ്മമാർ, സഹോദരിമാർ, ഗർഭിണികളായ സ്ത്രീകൾ ഈത്തപ്പഴം കഴിക്കുന്നത് വലിയ ഗുണമാണ്. പക്ഷെ പല സമയങ്ങളിൽ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്ന്. ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്ന് പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലപ്പോൾ കുട്ടി അലസി പോകുമെന്നും, അല്ലെങ്കിൽ കുട്ടി കറുത്തു പോകും, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ പൊരുൾ? ഈ ഗർഭിണികൾക്ക് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് ആരോഗ്യപരമായ മെച്ചം ഉണ്ടാകാൻ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മഹദിയായ മറിയം റളിയല്ലാഹു അൻഹയോട് അവരുടെ ഗർഭസമയത്തും പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴത്തിൻ്റെ കാര്യമാണ്. പ്രസവിച്ച് കഴിഞ്ഞ ശേഷം അവർക്ക് എന്ത് ചെയ്യുക, ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പ്രയാസങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് പണ്ട് കാലത്ത് ആരൊക്കെയോ പറഞ്ഞു വെച്ചത്, പിന്നീട് അതിങ്ങനെ കേട്ട് പറഞ്ഞ് ബാക്കിയുള്ളവരോട് പറഞ്ഞതാണ്. പ്രസവം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ഈത്തപ്പഴം എന്നുള്ളത്. ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. നമ്മുടെ പ്രസവം എളുപ്പമായി കിട്ടാൻ സഹായിക്കുന്ന ചില കണ്ടൻറ്റുകൾ ഈ ഒരു സാധനത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ചില വസ്തുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈത്തപ്പഴം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന്. അതുപോലെ തന്നെ മസ്തിഷ്ക ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാനൊക്കെ എന്ത് ചെയ്യും, ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവും. ഈത്തപ്പഴം കഴിച്ചാൽ അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇതിൽ കൂടുതലുള്ളതിനാൽ എന്ത് ചെയ്യും, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായി. നമ്മുടെ മക്കൾക്ക് കൊടുക്കുക.
നമ്മുടെ മക്കളെ കൊണ്ട് ഇത് എന്ത് ചെയ്യുക, ഭക്ഷിക്കുക. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് അധികം മധുരമുള്ളതായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടില്ല. എന്നാൽ 1-2 ഒക്കെ എന്ത് ചെയ്യുക, വല്ലപ്പോഴും ഒക്കെ കൊടുക്കുക. അവർക്ക് 1-2 ദിവസമോ ഒക്കെ ഓരോന്നൊക്കെ വെച്ച് എന്ത് ചെയ്യുക, കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാൻ കാരണമായി തീരും. ഈ സാധനം ചെറുതാണെങ്കിലും എന്ത് ചെയ്യുക, ഗുണങ്ങളേറെയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പറയുന്നത്, ഡയബറ്റിക് ഉള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇത് നിയന്ത്രിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വാരി വലിച്ച് തിന്നാൻ പാടില്ല. അതിപ്പോൾ എത്ര പൈസ കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞാലും 1-2 പറ്റുന്ന കുറഞ്ഞ എണ്ണം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ എന്തുണ്ട്, ദിവസത്തിൽ ഒരു 3 അല്ലെങ്കിൽ 7 അത്രയൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഡയബറ്റിക് ഉള്ള ആളല്ല കേട്ടോ, അല്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു 3 മുതൽ 7 എണ്ണത്തിനൊക്കെ എണ്ണമേ ഇത് ദിവസവും കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ദിവസവും അത് കണ്ടിന്യൂ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡയബറ്റിക് ഉള്ള ആളുകൾ ഇത് വളരെ നിയന്ത്രിക്കുക. അത് പറ്റുന്നത് പോലെ ഒരെണ്ണമൊക്കെ കഴിച്ചാൽ മതി. ഒരു ഗീർ രാവിലെ, ഒരു ഗീർ വൈകിട്ടോ കഴിച്ചാൽ തന്നെ മതിയാവും. ശരീരത്തിന് വലിയ ഗുണങ്ങൾ കിട്ടുന്ന സാധനമല്ലേ. പിന്നെ ഒരു ബർക്കത്തുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായതുകൊണ്ട് എന്താണ്, ഒരു ബർക്കത്താണ്. പിന്നെ ഇത് പാലുമായി ചേർത്ത് കഴിക്കൽ ഉത്തമമാണ് എന്ന്, ഊർജ്ജം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നൊക്കെ പഠനത്തിൽ കാണാൻ കഴിയും. പാലുമായി ചേർത്തിട്ട് നമ്മൾ ഇത് പാലുമായി കൂട്ടി ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ പാലുമായി ചേർത്ത് കഴിക്കുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുമെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിരുന്നാലും ഞാൻ സാന്ദർഭികമായിട്ട് ഈത്തപ്പഴം കണ്ടപ്പോൾ അതിൻ്റെ ഒരു മഹത്വം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെപ്പറ്റി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല നിയത്തോടു കൂടി ഇത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചെന്ന സുന്നത്താണ് എന്നൊക്കെ കരുതി എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ സുന്നത്തിൻ്റെ കൂലിയും നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, വലിയ കൂലി എഴുതപ്പെടുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാകുമ്പോൾ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.